നമ്മുടെ എല്ലാം ശരീരം കുടങ്ങളാണ് അല്ലെ. അപ്പൊ ആ കുടങ്ങൾ ഉടഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നാമരൂപങ്ങളെല്ലാം ഇല്ലാതായി കഴിഞ്ഞാൽ ഒന്നേ ഉള്ളൂ, ഘടാകാശം മഹാകാശത്തിൽ ലയിച്ചു. നമ്മൾ ആകാശം ഉണ്ടെന്ന് പറയുന്നത്, സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്തിപ്പോ ഉണ്ടെന്ന് പറയുന്ന സ്പേസ് ആ പ്രപഞ്ചമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ ലയിച്ചു എന്നർത്ഥം. അപ്പൊ ശങ്കരന് ആ ശങ്കരാചാര്യ സ്വാമികൾക്ക് മനസ്സിലായി, മനോ ബുദ്ധി അഹങ്കാരം ചിത്തം ഒന്നും ഞാനല്ല, ചിദാനന്ദ രൂപ ശിവോഹം. ആ ചിത് സ്വരൂപമാണ് ഞാൻ. ഇതാണ് ശരിക്കും പറഞ്ഞ പഞ്ചാഗ്നി വിദ്യ എന്ന് പറയുന്നത്. ഈ ചാന്തോക്യ ഉപനിഷത്തിലെ ആ പരമമായിരിക്കുന്ന സത്യത്തെ അറിയാനുള്ള 2 മാർഗങ്ങളാണ് ഇനി പറയുന്നത്. അപ്പൊ ഇതിനകത്ത് എന്താ ഇപ്പൊ നമുക്ക് മനസ്സിലായത്? 5 പേര് ത്യാഗം ചെയ്തത് കൊണ്ടാണ് അല്ലെ, അവരുടെ ആഹൂതികളാണ് ഒരു മനുഷ്യ ജന്മത്തിന് കാരണമായിട്ടിരിക്കുന്നത്. ഏതൊക്കെയാണ്? സ്വർഗം. അവര് ആ ത്യാഗം, ഈ ആത്മാക്കളെ എല്ലാം എവിടെയോട്ട് അയച്ചു? അവര് അറ്റ്മോസ്ഫിയർ അല്ലെ, അതിലിരിക്കുന്ന കാറ്റ്, മേഘം, മഴ, അതിലൂടെ അവരെവിടെ അയച്ചു? രണ്ടാമത്തെ ആദ്യത്തെ ത്യാഗം സ്വർഗം അഥവാ പ്രപഞ്ചം, രണ്ടാമത്തത് ആകാശം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ, മൂന്നാമത്തത് ഭൂമി. ആ ഭൂമി, ആ ഹോമകുണ്ടത്തിലേക്ക് അവർ ഹോമിച്ചു. ഈ പറഞ്ഞ അല്ലെ, നാലാമത്തത് പുരുഷൻ, അഞ്ചാമത്തത് സ്ത്രീ. 5 പേര്. അതാണ് പഞ്ചാഗ്നി, പഞ്ചത്യാഗങ്ങള്. പഞ്ചാഗ്നി മധ്യത്തിൽ നിന്ന് തപസ് ചെയ്യാന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ, പഞ്ചാഗ്നികള്. അപ്പോ ഈ 5 പേര് ചെയ്യുന്ന ഹോമത്തിന്റെ ഫലമായിട്ട് ഇന്ന് നമ്മള് ഇവിടെ വന്നിരിക്കുന്നു, നമ്മളെ ഓരോരുത്തരും. അപ്പൊ ഇനി എന്താ, ഈ ചാന്തോക്യ ഉപനിഷത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈ പരമസത്യത്തെ അറിയാൻ 2 മാർഗങ്ങളുണ്ട്. ഒന്ന് പ്രവർത്തി മാർഗം, 2 നിവർത്തി മാർഗം. എന്താണ് പ്രവർത്തി മാർഗം? ഇത് ഗൃഹസ്ഥാശ്രമികൾക്കുള്ളതാണ്, സൃഷ്ടിക്കാൻ വേണ്ടി വരുന്നവർക്കുള്ളതാണ്. കാരണം നല്ല കർമ്മങ്ങള്, മോശം കർമ്മങ്ങൾ, ഇതൊക്കെ ചെയ്ത് കർമ്മഫലങ്ങൾ അനുഭവിച്ച് ജനന മരണ ചക്രത്തിൽ കറങ്ങിത്തിരിഞ്ഞ് പശുക്കളെ പോലെ പാശബന്ധിതരായിട്ട് ആ ഒരു പശുപതിയെ അറിയാതെ ജീവിക്കുന്നവര്, അതാണ് പ്രവർത്തി മാർഗം. എന്നും പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുക. രാവിലെ എഴുച്ചു, എനിക്ക് ഇന്ന് ജോലി, മറ്റേ ജോലി, എപ്പോ ചോദിച്ചാലും ബിസിയാണ് അല്ലെ, എനിക്ക് ഈശ്വരനെ ഒന്നും വന്ദിക്കാനൊന്നും സമയമില്ല, എന്തൊക്കെയോ നേടാനുള്ള ഓട്ടത്തിലാണ്. ഫുൾ ടൈം പറയും ഞാൻ ബിസിയാണ്, ഒരിക്കലും സമാധാനം ഇല്ല, എന്തൊക്കെയോ നേടിയെടുക്കണം. അതിന്റെ ഫലമായിട്ട് കുറെ മെറ്റീരിയൽ ബെനിഫിറ്റ്സ് കിട്ടുന്നു, സ്ഥാനമാനങ്ങൾ കിട്ടുന്നു, എന്താ പറയാ, പണം കിട്ടുന്നു. പക്ഷെ മരണസമയത്ത് എവിടെ പോകണം എന്ന് അറിഞ്ഞുകൂടാതെ കയ്യും കാലും ഇട്ടടിച്ച് വീണ്ടും വീണ്ടും എനിക്ക് ജന്മം വേണം, ഉടനെ അടുത്ത ജന്മം ഓർഡർ ചെയ്തിട്ട് തന്നെയാണ് ഇവിടുന്ന് പോവുക. അവരെ നമുക്ക് പ്രവർത്തി മാർഗം എന്ന് പറയാം. ഇനി നിവർത്തി മാർഗമാണെങ്കിലോ, ഇത് സന്യാസികൾക്കുള്ളതാണ്. എല്ലാ ഭോഗവസ്തുക്കളും എന്താ പറയാ, ഒന്നും എനിക്കിനി വേണ്ട, ശരീരം ഉൾപ്പെടെ പിണ്ടം വെച്ച് തനിക്ക് ഭോഗിക്കാനായിട്ട് ഇവിടെ ഒന്നുമില്ല, ഈ സുഖങ്ങളൊക്കെ താൽക്കാലികമാണ്, ഇന്ദ്രിയ സുഖങ്ങളൊക്കെ വളരെ നിമിഷ നേരത്തേക്കുള്ളൂ അറിഞ്ഞ് അവരെന്ത് ചെയ്യുന്നു? എനിക്കിതൊന്നും വേണ്ട അല്ലെ. മറ്റേ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ അദ്ദേഹത്തിന്റെ മുമ്പിലിരിക്കുന്ന ആ 4 ഋഷിമാര്, അവര് ജനിച്ചുടനെ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായിരുന്നു അവര്, സനത് കുമാരൻ മുതലായവര്. അവരെന്താ ജനിച്ചുടനെ പറഞ്ഞു തന്റെ അച്ഛനോട്, പ്രജാപതിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് താഴോട്ട് പോണ്ട, ഞങ്ങൾക്ക് ഭോഗം വേണ്ട, ഞങ്ങൾക്ക് നിവൃത്തി മാർഗം. അങ്ങനെയാണ് ദക്ഷിണാമൂർത്തി ഭഗവാൻ 16 വയസ്സുള്ള യുവാവിന്റെ രൂപത്തിൽ വന്നിരുന്ന് തന്റെ ജ്ഞാനമാർഗം ഉപദേശിച്ചു കൊടുക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ മാർഗം നിവൃത്തി മാർഗം. അവര് ഭോഗവസ്തുക്കളെ മാത്രമല്ല, ശരീരം ഉൾപ്പെടെ പിണ്ടം വെച്ച് തിരിച്ച് തങ്ങളുടെ പ്രാപ്യസ്ഥാനത്തേക്ക് വേണ്ടി ഈ ഭൂമിയിൽ തന്നെ ആ ഭൂമിയിൽ തന്നെ ഇരുന്ന് തപസ് ചെയ്ത് അതിനെ തന്നെ ചിന്തിച്ച് അത് നേടുന്നു. ആ മാർഗമാണ് നിവർത്തി മാർഗം. അപ്പൊ കർമ്മത്തിന്റെ ഇൻഫ്ലുവൻസ് അവർക്ക് ഉണ്ടാവുന്നില്ല, അതുകൊണ്ട് അവർക്ക് കർമ്മഫലവും ഇല്ല. അവർക്ക് കർമ്മം ചെയ്യുന്നു എന്നൊരു കാര്യമേ ഇല്ല. കാരണം അവരെല്ലാം സമർപ്പിച്ച് അവർ എന്ത് കർമ്മം ചെയ്യാനാ, എന്ത് നേടാനാ? എല്ലാം ഈശ്വരനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് കർമ്മഫലവും ഇല്ല. അപ്പൊ ആദ്യത്തെ പ്രവൃത്തി മാർഗത്തിലൂടെ പരമപദത്തിൽ എത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളെല്ലാം അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യണവരാണ് അല്ലെ. കാരണം ആ കർമ്മ ബന്ധനങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും നിവർത്തി മാർഗത്തിലാണെങ്കിൽ ജ്ഞാനം കൊണ്ട് തന്നെ മായയാകുന്ന ആവരണത്തെ മാറ്റി സത്യത്തെ അറിഞ്ഞ് അതിൽ പ്രതിഷ്ഠിതമാവാൻ അവർക്ക് സാധിക്കും. വളരെ ചെറുപ്പത്തിൽ തന്നെ ശങ്കരാചാര്യ സ്വാമികളെ നമുക്കറിയാം, 6 വയസ്സിലാണല്ലേ ആ ഒരു സന്യാസം സ്വീകരിച്ച് അദ്ദേഹം പോകുന്ന. 32 വയസ്സിൽ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. അത്രയും ഷോർട്ട് ടൈം കൊണ്ട് അവർക്ക് അത് പെട്ടെന്ന് നേടാൻ പറ്റും. നമ്മൾ ഓരോ ദിവസവും സ്ട്രഗിൾ, ഒഴുക്കിനെതിരെ നീന്തുന്ന പോലെയാണ് പ്രവൃത്തി മാർഗം. ദിവസവും കർമ്മം ചെയ്യണു, ഇത് ഞാൻ ചെയ്യണു, അവിടെ കോമ്പറ്റീഷൻസ്, നമുക്ക് സമർപ്പിക്കാൻ പറ്റുന്നില്ല, ചിലത് മറന്നു പോകുന്നു അല്ലെ. ആ തുഴഞ്ഞ് ഓരോ ദിവസവും മുമ്പിലോട്ട് പോകാൻ ആ തിരമാലകളുടെ ശക്തി കൊണ്ട്, നമുക്ക് കർമ്മബന്ധം കൊണ്ട്, നമ്മുടെ പാശം കൊണ്ട്, ഈ എല്ലാം അറിഞ്ഞാലും ചില സമയത്ത് ആ അറിവില്ലായ്മ നമുക്ക് വന്നു ചേരുകയാണ്. അപ്പൊ അതിന് വളരെ വളരെ ബുദ്ധിമുട്ടാണ്.
ഏതാ പ്രവൃത്തി മാർഗത്തില് സത്യത്തെ അറിഞ്ഞ് പ്രതിഷ്ഠിതമാക്കാൻ നമ്മള് സാധിക്കും. നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരു സൂര്യ ഭഗവാനോട് ചെയ്യേണ്ട പ്രാർത്ഥനയാണ്. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ദൈവങ്ങളോട് എല്ലാം നിരന്തരം ഈ പ്രവൃത്തി മാർഗികളായിരിക്കുന്ന ഗൃഹസ്ഥാശ്രമികൾ ചെയ്യേണ്ട പ്രാർത്ഥന എന്താണ്? ഹിരൺമയേന പാത്രേന സത്യസ്യാഭിഹിതം മുഖം തത്വം പൂഷന്ന പാവൃണോ സത്യധർമായ ദൃഷ്ടയെ. ഇതൊരു ദൈവത്തിനെ നോക്കിയിട്ടല്ല, എല്ലാം ആ മഹാശക്തി ആ ഹിരൺമയം സ്വർണ്ണപാത്രം കൊണ്ട്, നമ്മൾ പറയില്ലേ സ്വർണ്ണപാത്രം കൊണ്ട് മൂടിയിരിക്കുന്നു മണ്ണിലെ ശാശ്വത സത്യം. ആ സ്വർണ്ണ പാത്രത്തെ അല്ലയോ ഈശ്വരൻ, അത് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം, സത്യത്തെ മൂടി വെച്ചിരിക്കുന്നു. പൂഷൻ അപാവൃണു, എന്റെ ജ്ഞാനസൂര്യൻ. അപാവൃണു എന്ന് പറഞ്ഞാൽ മാറ്റിത്തരൂ, പൂഷൻ എന്ന് പറഞ്ഞാൽ പോഷിപ്പിക്കുന്നവനെ അർത്ഥമുള്ളൂ. സൂര്യനെന്ന് എടുക്കാം, ഇല്ല സൂര്യനെ എടുത്താലും കുഴപ്പമില്ല, പ്രത്യക്ഷ ദൈവമാണ്. അല്ലെങ്കിൽ ഏത് ഈശ്വരനെ എടുക്കാം, എന്നെ സത്യവും ധർമ്മവും കാണിച്ചു. നമ്മൾ പറഞ്ഞു സത്യം വധ ധർമ്മം ചരാന്ന് കണ്ടു, ഇല്ല എനിക്ക് സത്യത്തെ അറിയാനും ധർമ്മത്തിൽ ചരിക്കാനും എന്നെ അനുഗ്രഹിക്കൂ ഭഗവാനെ. എന്നും രാവിലെ എണീക്കുമ്പോ ഇത് നമ്മളൊരു എന്താ പറയാ ആ ഒരു ബൈഹാർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും. അതുപോലെ തന്നെ ചില മന്ത്രങ്ങളുണ്ട് നമുക്ക് ഈശ്വര ശക്തിയോട്, അത് പ്രത്യേകിച്ച് ഒരു ഈശ്വരനോടല്ല. അല്ലയോ ജ്ഞാനമൂർത്തേ, അല്ലെ സ്വർണ്ണപാത്രമാകുന്ന ഈ പ്രപഞ്ചം കൊണ്ട് മൂടി വെച്ചിരിക്കുന്ന ആ സത്യത്തെ, ആ ആവരണത്തെ മാറ്റി സത്യത്തെ ദർശിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ. ഇപ്പൊ പ്രപഞ്ച നാമരൂപങ്ങളെയാണ് ഇവിടെ സ്വർണ്ണപാത്രം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. സ്വർണ്ണപാത്രങ്ങളെ കൊണ്ട് മൂടിയ മണ്ണ്, അല്ലെ ആ ശാശ്വത സത്യത്തെയാണ് അവിടെ മൂടി വെച്ചിരിക്കുന്നത്. നമ്മൾ കാണുന്നത് നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് കാണുന്നത് മാത്രമാണ്. വളരെ വിശേഷമായിട്ട് ദേവന്മാരുടെയും അസുരന്മാരുടെയും ഒരു കഥയുണ്ട്. കാരണം അസുരന്മാരിൽ നിന്ന് വിരോചനൻ എന്ന് പറയുന്ന ഒരു അസുരനും ദേവന്മാരിൽ നിന്ന് ഇന്ദ്രനും ബ്രഹ്മദേവനെ കാണാൻ പോയി. രണ്ടുപേരും എന്താ പറയാ ഒരു വിദ്യ പഠിക്കാനാണ് പോയത്. എന്താണ് ആ വിദ്യ? അവർക്കറിയില്ല. ഒരു വിദ്യ ഉണ്ടെന്ന് മാത്രം അറിയാം. അത് പഠിപ്പിച്ചു തരുന്ന ആരാ? ബ്രഹ്മാവാണെന്നും അറിയാം. അവര് രണ്ടുപേരും അവിടെ ചെന്നു. അസുരനിൽ നിന്ന് വിരോചനനും ദേവന്മാരിൽ നിന്ന് ഇന്ദ്രനും. ആ വിദ്യ പഠിച്ചാൽ ജീവിതത്തിൽ വേണ്ടതെല്ലാം എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കാം എന്ന് അറിഞ്ഞിട്ടാണ് അവരവിടെ പോയത്. അപ്പൊ അത് പഠിക്കാനാണ് അവർ ചെന്നത്. അവിടെ ചെന്നിട്ട് എന്താ, അല്ലയോ പ്രജാപതി, ഞങ്ങളുടെ എല്ലാ അച്ഛൻ അങ്ങാണ്, അത് ഞങ്ങൾക്ക് ഈ വിദ്യ എന്ത് പഠിച്ചാലാണോ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്നത് ആ വിദ്യ ഞങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അപ്പൊ പ്രജാപതി ഒന്നും മിണ്ടിയില്ല. തന്റെ സേവകന്മാരോട് ഒരു വലിയ കണ്ണാടി അല്ലെങ്കിൽ ദർപ്പണം കൊണ്ടുവരാൻ പറഞ്ഞു. വലിയ ഒരു കണ്ണാടി. അപ്പൊ കണ്ണാടി കൊണ്ടുവന്നു സഭയിൽ വെച്ചു. ആദ്യം വിരോചനനോട് കണ്ണാടിയിൽ നോക്കാൻ പറഞ്ഞു. അപ്പൊ വിരോചനൻ പോയി നിന്നു നോക്കി. അത് കഴിഞ്ഞ് അദ്ദേഹം മാറി ഇന്ദ്രനോട് പറഞ്ഞു കണ്ണാടി നോക്കാൻ പറഞ്ഞു. രണ്ടുപേരും നോക്കിയിട്ട് വന്ന് നിന്നു. അപ്പൊ ബ്രഹ്മാവ് ചോദിച്ചു, നിങ്ങൾ എന്താണ് കണ്ടത്? ആ കണ്ടത് എന്താണെന്ന് പറയൂ എന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ വിരോചനനും ഇന്ദ്രനും തങ്ങളുടെ ശരീരമാണ് കണ്ടതെന്ന് പറഞ്ഞു. ഇല്ല, ശരീരമല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ രണ്ടുപേരോടും പോയി കുറച്ച് നാള് കഴിഞ്ഞിട്ട് ഈ കണ്ടതിനെ കുറിച്ച്, അതായത് കണ്ടത് എന്തോ അതിനെ ധ്യാനിക്കാൻ പറഞ്ഞു. ശരി, ഞങ്ങൾ അപ്പം ബ്രഹ്മദേവൻ പറഞ്ഞതല്ലേ, അത് പോയി ധ്യാനിക്കാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? രണ്ടുപേരും പോയി. വിരോചനൻ വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചുപോയി. കാരണം ശരീരത്തിനപ്പുറം ഒന്നുമില്ലെന്നും അതുകൊണ്ട് ശരീരത്തെ തന്നെ ധ്യാനിച്ച് അതിനെ പരിപോഷിപ്പിച്ച് സന്തോഷമായിട്ട് ഇരിക്കാനാണ് ബ്രഹ്മദേവൻ പറഞ്ഞത്. അതാണ് ഏറ്റവും വലിയ വിദ്യ, ഉയർന്നത്. ഈ കാര്യമാണ് പുള്ളി മനസ്സിലാക്കിയത്. അദ്ദേഹം ചെന്നിട്ട് അസുരന്മാരോട് പറഞ്ഞു, ഞാൻ എല്ലാ സുഖവും കിട്ടുന്ന വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നേടാൻ പറ്റുന്ന വിദ്യ നേരിട്ട് പോയി ബ്രഹ്മാവിന്റെ അടുത്ത് നിന്ന് പഠിച്ചിട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അവനവന്റെ ശരീരമാണ് ഏറ്റവും വലുത്, അതിനെ നല്ലവണ്ണം സുഖിപ്പിച്ച് പോഷിപ്പിച്ച് സുഖമായിട്ട് വെക്കണം എന്ന് ആവശ്യപ്പെട്ടു. ഞാൻ ഇത് പഠിച്ച വിദ്യ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്, നിങ്ങളും ഇതുപോലെ ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്താ പറയാ ആ ഇന്ദ്രിയ സുഖങ്ങളില്, ശരീര സുഖങ്ങളിലെല്ലാം രമിച്ച അസുരന്മാരങ്ങനെ സന്തോഷമായിട്ടിരുന്നു. അപ്പോ എന്താ പറയാ ആ ഒരു ശരീരത്തെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബുദ്ധി മുഴുവനും ശരീരത്തിൽ ആവശ്യമുള്ള സാധനങ്ങൾക്ക് വേണ്ടിയും അതിനെ സുഖമായിട്ടിരിക്കാനുള്ള അതിനകത്ത് ഈശ്വരൻ എന്നൊരു കർമ്മമേ വരുന്നില്ല. ഒരു ഫുൾ എന്താ പറയാ ആ ഇന്ദ്രിയങ്ങളിൽ രമിക്കുന്നവരായിട്ട് തീർന്നു. എന്നാൽ ദേവേന്ദ്രൻ വളരെ വിഷമം തോന്നി. ദേവേന്ദ്രൻ എന്ത് ചെയ്തു? ചിന്താകുലനായി. കാരണം ദേവേന്ദ്രൻ ഇന്ദ്രനാണ്. അദ്ദേഹം ദേവന്മാരുടെ പ്രകാശം, ഒരു ബുദ്ധി പ്രകാശമായിട്ടുള്ള ആളാണ്. അദ്ദേഹം വിചാരിച്ചു, ഇതെന്താണ് പിതാമഹൻ ഇങ്ങനെ പറഞ്ഞത്? ഇല്ല, നശ്വരമായിട്ട് അടുത്ത നിമിഷം ഇല്ലാതാക്കുന്ന ഈ ശരീരത്തെ എങ്ങനെയാണ്? കാരണം ഇത് ഈശ്വരനായിട്ട് ഞാൻ ധ്യാനിക്കാൻ പറഞ്ഞത്, ഇതെന്തിനാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്? എന്തോ ഇതിനകത്ത് പ്രശ്നമുണ്ടല്ലോ. അപ്പോ അങ്ങനെ ആലോചിച്ച് കുറച്ച് വളരെ വിഷമം തോന്നി. ഇതെന്താ, ഞാൻ ഇതിനല്ലല്ലോ പോയതെന്ന്. അങ്ങനെ ചിന്തിച്ച ഇന്ദ്രൻ തിരിച്ചു വന്നു. ഈ ചോദ്യം ബ്രഹ്മാവിനോട് ചോദിച്ചു. ബ്രഹ്മാവെ, അങ്ങ് എന്താണ് എന്നോട് ഞങ്ങളെ രണ്ടുപേരോട് ഇങ്ങനെ പറഞ്ഞത്? മറ്റേയാള് സന്തോഷമായിട്ട് പോയി, ഇദ്ദേഹത്തിന് മാത്രം മനസ്സിന് പ്രയാസം തോന്നി. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, നീ തിരിച്ചു വന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. നീ
ബാഹ്യമായിരിക്കുന്ന സ്ഥൂല വസ്തുവിനെ കാണുന്നവർക്ക് ഈ ശരീരമാണ് സത്യം, അല്ലെ? അല്ല, കൂടുതൽ അറിയണമെങ്കിൽ ആഴത്തിലേക്ക് പോകണം. അതിനാണ് മനനം, ധ്യാനം, നിധിധ്യാസനം ഒക്കെ ചെയ്യണം. അപ്പൊ കണ്ടംപ്ലേഷൻ ആൻഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോ എന്ത് വേണം? നിനക്ക് കൂടുതൽ അറിയണം എന്ന് ചോദിച്ച് നീ വന്നതുകൊണ്ട് നീ കൂടുതൽ സട്ട്ലർ ലെവൽ, കൂടുതൽ സൂക്ഷ്മ തലത്തിലേക്ക് പോകണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ 12 വർഷം പോയിട്ട് ഈ ശരീരത്തിനകത്ത് വേറെ എന്താ ഉള്ളതെന്ന് നീ ധ്യാനിക്കുക. അങ്ങനെ 12 വർഷം പോയി ധ്യാനിക്കാൻ പറഞ്ഞ ഇന്ദ്രൻ പോയി വളരെ ശ്രദ്ധിച്ച് ശരീരത്തിന്റെ ഉള്ളിൽ എന്താ 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 ഈ ശരീരം നമ്മൾ ഈ കാണപ്പെടുന്നതിന് അകത്ത് എന്തോ ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ധ്യാനിക്കാൻ പറഞ്ഞത്. പ്രജാപതിയുടെ നിർദ്ദേശം അനുസരിച്ച് എന്താ പറയാ, വീണ്ടും 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 ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 12 വർഷം കഴിഞ്ഞു. വീണ്ടും പ്രജാപതിയുടെ അടുത്തെത്തി പറഞ്ഞു, ഞാൻ ഒന്നും എന്താ പറയാ, എന്തോ ഒന്നുണ്ട്, പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ആ ഒരു പടിപ്പടിയായിട്ട് എനിക്ക് അകത്തേക്ക് പോയി എനിക്കത് അറിയുന്നില്ല, അങ്ങ് എനിക്ക് അതിനുള്ള വഴി ഉപദേശിച്ചു തരുമെന്ന് പറഞ്ഞപ്പോ 100 വർഷം കൊണ്ട് എന്ത് ചെയ്തു? ഒരു വിദ്യ ബ്രഹ്മാവ് ഉപദേശിച്ചു കൊടുത്തു. ആ വിദ്യയുടെ പേരാണ് ശ്രീവിദ്യ, അല്ലെങ്കിൽ മഹാവിദ്യ, ആത്മവിദ്യ. അങ്ങനെ ആത്മവിദ്യ ഉപദേശിച്ച് കിട്ടിയ ഇന്ദ്രൻ 100 വർഷം തപസ് ചെയ്തു എന്നാ പറയണത്. ആ നിത്യ തൃപ്തനായിട്ട് പൂർണ്ണമായിരിക്കുന്ന നിരതിശയമായിരിക്കുന്ന സന്തോഷവാനും സംതൃപ്തനുമായിട്ട് തീർന്നു ഇന്ദ്രൻ. ശ്രീവിദ്യ ഇസ് ദ ഓൺലി സോഴ്സ് ഓഫ് അൾട്ടിമേറ്റ് ഹാപ്പിനെസ്. ഇതാണ് ശ്രീവിദ്യയെ കുറിച്ചുള്ള ഒരു പ്രോവർബ്, അല്ലെ? എല്ലാരും എന്താ പറയാ, ശാസ്ത്രങ്ങൾ പറയുന്നത് അൾട്ടിമേറ്റ് വേ, ഒൺലി സോഴ്സ് എന്നൊക്കെ പറയുന്നത് എന്താ? ഒരു വഴി, നമ്മുടെ ആത്മാവിനെ ചിന്തിക്കുക. അപ്പൊ ഇന്ദ്രൻ വീണ്ടും 100 വർഷം ബ്രഹ്മാവ് പറഞ്ഞു തിരിച്ചു വന്നത് കൊണ്ടാണ് അത് പറഞ്ഞത്, ഇല്ലേ? ഈ നശിച്ചു പോകുന്ന ശരീരത്തിൽ എന്താ ഉള്ളത്? അതുകൊണ്ടാണ് ഈ മുമുക്ഷുത്വം എന്ന് പറയുന്നത്. എപ്പോ നമുക്കത് അറിയണമെന്ന് ആഗ്രഹം വരുന്നു, നമ്മൾ മുമുക്ഷുക്കളായി. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ആ ഡീപ്പർ ലെവലിലോട്ട് പോകണം. ആ ലെവലിലോട്ട് പോയിട്ട് തന്റെ ആത്മാവ് എന്താണെന്ന് അറിഞ്ഞ് എന്താ പറയാ, നിരതിശയമായ സന്തോഷം, സംതൃപ്തനായിട്ട് തിരിച്ചു വന്നു എന്നാ പറയുന്നത്. അപ്പൊ ഈ പരാവിദ്യ എന്ന് പറയുന്ന ശ്രീവിദ്യ അപരാവിദ്യകളൊന്നും അല്ല അത്. കാരണം ഈ പരയും അപരയും ഒന്നിച്ചു ചേർന്നതാണ് ഈ ശ്രീവിദ്യ. അല്ലാതെ ഇത് ഭൗതികം വേറെ, ഈ പറയുന്ന ലൗകികമായിരിക്കുന്നത് വേറെ, ആധ്യാത്മികം വേറെ, രണ്ടായിട്ട് തിരിച്ചിട്ടേ ഇല്ല. അതിനൊരു ക്ലിയർ കട്ട് ബോർഡറേ ഇല്ല. ഇത് രണ്ടും ചേർന്നതാണ്. ഈ പ്രപഞ്ചം അമ്മയുടെയാണ്, പ്രപഞ്ചമായിട്ട് ഇരിക്കുന്ന അമ്മയുടെയാണ്. എവിടെയാണ് നമ്മൾ തിരിക്കുക? ആ ഒരു ഡിമാർക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. രണ്ടിലും അമ്മ ഉണ്ടാക്കി അതിനുള്ളിൽ പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ രണ്ടും അമ്മ തന്നെയാണ്, ഇല്ലേ? അപ്പോ ആ രണ്ടും കൂടെ ചേർന്നത്, അതായത് അപരാവിദ്യകൾ ഒന്നിച്ചു ചേർന്നതിനെയാണ് നമ്മള് സൗഭാഗ്യ രാജരാജേശ്വരി വിദ്യ. സൗഭാഗ്യം, സാധാരണ ഭാഗ്യമല്ല, സൗഭാഗ്യം, അല്ലെ? ഈ പരമമായിരിക്കുന്ന ആധ്യാത്മിക അറിവിനെയാണ് നമ്മൾ സൗഭാഗ്യം എന്ന് പറയുന്നത്. മറ്റത് വെറും ഭാഗ്യം എന്നേ പറയുള്ളൂ. ഒരു വലിയ ഭാഗ്യവാനാണ്, കുറെ പണം കിട്ടി, നല്ല വീടുണ്ട്, അല്ലെ? നല്ല സുഖമായിട്ട് ജീവിക്കണം, അത് വെറും ഭാഗ്യം. സൗഭാഗ്യം എന്ന് പറഞ്ഞാല് ഈശ്വരനെ അറിഞ്ഞ്, അല്ലെ? ഐം ക്ലീം സൗഹു എന്ന് പറഞ്ഞ ആ സൗഹു മന്ത്രം എന്താ പറയുന്നത്? ആ ഒരു അന്തരീക്ഷം, അല്ലെ? സൗ എന്ന് പറഞ്ഞാൽ ബിയോണ്ട്. ആ ബിയോണ്ട് ആയിരിക്കുന്ന സുഖത്തെ അറിഞ്ഞ് ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നവരെയാണ് നമ്മള് സൗഭാഗ്യവതി ഭവ എന്നാ പറയണത്. നിനക്ക് ഇതും കൂടെ കിട്ടട്ടെ, മെറ്റീരിയൽ മാത്രമല്ല, ഈ ആധ്യാത്മിക വിദ്യയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെയാണ് പൂർണ്ണത്വം. അവർക്ക് മെറ്റീരിയൽ ബെനിഫിറ്റ്സ് എല്ലാം തന്നെ ആ ഒരു വെറും എന്താ പറയാ, അത് ഒരു വെള്ളാരം കല്ല് പോലെ ഉള്ളെങ്കിൽ പോലും ദേവി അതെല്ലാം കൊടുക്കുന്നു അവർക്ക്. അപ്പൊ അതിൽ രണ്ടും അറിഞ്ഞവർ, അതാണ് ആ വിദ്യയുടെ പേരാണ് സൗഭാഗ്യ രാജരാജേശ്വരി വിദ്യ. ഇതിലൂടെ മാത്രമേ ഒരു ജീവന് ആത്മവിദ്യയാകുന്ന ആത്മസാക്ഷാത്കാരം നേടാൻ സാധിക്കുകയുള്ളൂ. ഉപനിഷത്തുകള് എന്ത് വിദ്യയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ എക്സാക്ട് ഡെഫിനിഷൻ തരുന്നുണ്ട്. എന്താണ്? ഇത് ഗുരുജിയുടെ വാക്കുകളാണ്. ദ കർമ്മ ദാറ്റ് ഹാസ് ബീൻ ഡൺ വിത്ത് ദ പ്രോപ്പർ നോളജ് ആൻഡ് മെഡിറ്റേഷൻ. നമ്മൾ ഏത് വിദ്യയാണോ, ഏത് കർമ്മമാണോ നമ്മൾ ചെയ്യുന്നത്, അത് പ്രോപ്പർ നോളജോടുകൂടി മെഡിറ്റേറ്റീവ് ലെവലിൽ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ധ്യാനം. അപ്പൊ ശ്രദ്ധ, കണ്ടംപ്ലേഷൻ ഈസ് കോൾഡ് പൂർണ്ണ കർമ്മ. നമ്മളെ ശ്രദ്ധയോടുകൂടി, ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക എന്നല്ല, ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അതിലുള്ള വിശ്വാസം, അത് കിട്ടിക്കഴിഞ്ഞ് ഇത് എന്നെ അവിടെ എത്തിക്കും എന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. നമ്മൾ പറയാം, അമ്മയുടെ പാദപത്മങ്ങളാണില്ലേ ഈ പ്രപഞ്ച സാഗരത്തിൽ എന്നെ ഒരു തോണിയായിട്ട് എന്നെ അപ്പുറത്ത് കൊണ്ടുപോകണേ, ഈ കാലുകൾ എന്നെ എത്തിക്കും, അമ്മയുടെ കാലിൽ പിടിച്ചാൽ എനിക്ക് അപ്പുറത്ത് എത്താൻ പറ്റും. ഇതാണ് ശ്രദ്ധ. വേറെ ഒന്നിലും പിന്നെ വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഹനുമാന് ആ ഒരു തന്റെ ഹൃദയം കീറി, ഇതാ ഇപ്പൊ ഇവിടെ ഉണ്ട്, എവിടെയാണ് രാമൻ എന്ന് ചോദിച്ചപ്പോ കാണിക്കാൻ പറ്റിയത്. അല്ലാതെ രാവിലെ ഒരു കുറെ വേറെ ടെക്സ്റ്റ് പഠിക്കുക, വൈകിട്ട് വേറെ ടെക്സ്റ്റ് പഠിച്ചിട്ട് ഈ ശ്രീവിദ്യയായിട്ട് ഒരു കാര്യവുമില്ല. ഒരിക്കലും അതിൽ ഉറക്കാൻ പറ്റില്ല. പൂർണ്ണമായിരിക്കുന്ന ശ്രദ്ധ. നമ്മുടെ ശാസ്ത്രങ്ങൾ എന്ത് പറയുന്നു, ഗുരുക്കന്മാർ എന്ത് പറയുന്നു, ഗുരു പരമ്പര ആ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കുക.
അപ്പൊ അതിനെയാണ് നമ്മൾ പൂർണ്ണ വിദ്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൂർണ്ണ ക്രമ, അല്ലെങ്കിൽ പൂർണ്ണ കർമ്മ. വിദ്യയും അവിദ്യയും ഒരു കർമ്മത്തിന്റെ രണ്ട് വശങ്ങളാണ്. അതിനെ നമുക്ക് ഒന്നിനെ മാറ്റാൻ പറ്റില്ല. അപ്പൊ ഇതിൽ വിദ്യ എന്നത് ശ്രദ്ധയും സമർപ്പണവുമാണ്. ശങ്കര ഭഗവത്പാദർ പറയണു നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ദേവന്മാരാണ്. ഈ ഇന്ദ്രിയങ്ങളെ നമുക്ക് ബ്രഹ്മസത്യം അല്ലെ എന്താ പറയുക കർമ്മം ഇതൊക്കെയാണ് നിയന്ത്രിക്കുന്നത്. അപ്പോ എങ്കിൽ അവര് ദേവന്മാര് അല്ല. ഈ എന്താ പറയാ ഈ ബ്രഹ്മസത്യം ധർമ്മമൊക്കെ അവരെ നിയന്ത്രിക്കണമെങ്കിൽ അവര് ദേവന്മാര്. ഇല്ലെങ്കിലോ ഇന്ദ്രിയങ്ങൾ ബാഹ്യ വിഷയങ്ങളുമായിട്ടാണ് നിയന്ത്രിക്കപ്പെടുന്നെങ്കിലോ അവര് അസുരന്മാര്. എല്ലാം ദേവന്മാര് തന്നെയാണ്. അവരെപ്പോഴാണ് അസുരന്മാരാകുന്നത്? ഈ അറിവില്ലാതിരിക്കുമ്പോൾ, അവർക്ക് ഈ അവിദ്യയിലിരിക്കുമ്പോൾ അവരെല്ലാം അസുരന്മാരായിട്ട് എന്ത് ചെയ്യണു? ഇന്ദ്രിയങ്ങള്, അസുക്കൾ എന്ന് പറഞ്ഞ ഇന്ദ്രിയങ്ങളിൽ രമിക്കുന്നു. ഇപ്പൊ വിരോചനൻ പിന്നെ തിരിച്ചു വന്നേയില്ല, ശരീരത്തെ ധ്യാനിച്ച് സുഖമായിട്ട് പോയി ഇല്ലേ. എന്നിട്ട് അതിനെ നിലനിർത്താൻ വേണ്ടി തപസ് ചെയ്ത് വീണ്ടും വീണ്ടും വരങ്ങൾ മേടിക്കും. അപ്പൊ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ബാഹ്യ വിഷയങ്ങള് നമ്മളെ നിയന്ത്രിക്കുകയാണെങ്കിൽ അസുരന്മാരായിട്ട് തീരും. അതേ ഇന്ദ്രിയങ്ങൾ തന്നെ നമ്മൾ ഈശ്വരനിൽ അകത്തേക്ക് നമ്മുടെ ആ പരമമായിരിക്കുന്ന ശക്തിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ ഇതേ ഇന്ദ്രിയങ്ങൾ ദേവന്മാരായിട്ട് തീരും. ഈ രണ്ടു കൂട്ടരും താമസിക്കുന്നത് എവിടെയാ? ഈ ശരീരത്തിൽ തന്നെയാണ്. അപ്പൊ മനസ്സെന്ന കാണാൻ പറ്റാത്ത ഒരു വൃക്ഷക്കൊമ്പിലാണ് ഈ രണ്ടു കൂട്ടരുടെയും താമസം. അപ്പൊ ഈ ശരീരത്തിൽ എങ്ങനെയാണോ ശിവശക്തികളായിരിക്കുന്ന പരബ്രഹ്മ തത്വവും ജീവതത്വവും സ്ഥിതി ചെയ്യണത്, അതുപോലെ മനസ്സാകുന്ന വൃക്ഷത്തില് ഈ അസുര ദേവാദികള് സ്ഥിതി ചെയ്യുന്നു. ദ്വാ സുപർണ സഹുജാ സഹായ സമാനം വൃക്ഷം പരിതുഷ്യ ജായതേ. നമ്മുടെ ഒരേ ഈ ശരീരമാകുന്ന വൃക്ഷത്തില് രണ്ട് സ്വർണ്ണ പക്ഷിയും ഒരു കറുത്ത നിറമുള്ള പക്ഷിയും. ആ കറുത്ത നിറമുള്ള പക്ഷി മൂലാധാരത്തിൽ നിന്ന് ചാടിച്ചാടി ഓരോ പടികൾ കയറി, ഓരോ കൊമ്പിൽ കയറി, ഓരോ പഴങ്ങളെ രുചിച്ചു നോക്കി, സുഖദുഃഖങ്ങളെല്ലാം മതിയായി അവസാന അനാഹത ചക്രത്തിൽ എത്തിയപ്പോ ആ മോളിലിരിക്കുന്ന കിളിയെ മാത്രം നോക്കി എനിക്കിനി അത് മതിയെന്ന് തീരുമാനമെടുത്തു. അത് ഒറ്റ ചാട്ടത്തിന് ആജ്ഞാചക്രത്തിലെത്തി. അവിടെ മനസ്സില്ലാതായി. അത് തിരിച്ച് ആ മോളിലിരുന്ന പക്ഷി താഴെ വന്ന പക്ഷിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് പൂർണ്ണമായിട്ട് ലയനമാക്കി. അതാണ് ദ്വാസുപർണ. ഇതെല്ലാം ഒരു ശരീരത്തിൽ ഇരിക്കുന്നതാണ്. ഈ മനസ്സിലിരിക്കുന്നവരാണ് ഈ പറയുന്ന അസുരന്മാരും ദേവന്മാരും എല്ലാം തമ്മിൽ, ഈ ദേവന്മാരും എല്ലാം. അപ്പോ ഈ പറഞ്ഞ എന്തിനാണ് ഇവർ തമ്മിൽ ഏത് നേരവും ഈ വഴക്കൂടുന്നത്? കാരണം ആ മനസ്സാണ് പാലാഴി. അതിനെയാണ് കടക്കോലാക്കി ഈ പറഞ്ഞ, നമ്മൾ പറയും വാസുകിയെ കടക്കോലാക്കി. ഈ പാലാഴിയാകുന്ന മനസ്സിനെ ഇട്ട് കടയുകയാണ്, സദാ മഥനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരിടത്ത് സത്യവും മിഥ്യയും തമ്മില്. രണ്ടു കൂട്ടർക്ക് അമൃതാണ് ലക്ഷ്യം അല്ലെ. എനിക്ക് എങ്ങനെ ജീവിക്കാം, എനിക്ക് സന്തോഷമായിട്ട് മരിക്കാതെ എന്റെ ആയുസ് എങ്ങനെ കൂട്ടാം. നമ്മള് ഭഗവാനോട് ആയുരാരോഗ്യ സൗഖ്യം തരണേ ഭഗവാനെ എന്നല്ലേ പറയുന്നത്. അപ്പൊ ആയുസ്സും ആരോഗ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മളെല്ലാം അസുരന്മാരുടെ തലത്തിൽ വരും. ആരെങ്കിലും എനിക്ക് മോക്ഷം തരണേന്ന് ഒരു കുഞ്ഞു പോലും പ്രാർത്ഥിക്കാറില്ല. മോക്ഷം തരണേന്ന് പറഞ്ഞാൽ ഉടനെ മരിച്ചു പോയെങ്കിലോ, അതുകൊണ്ട് ചോദിക്കില്ല. ആയുരാരോഗ്യം തരണേ, എത്രത്തോളം ഇരിക്കാൻ പറ്റുന്നോ അല്ലെ, ബുദ്ധി തരണേ, ആയുസ് തരണേ, ബാക്കിയെല്ലാം അതിന്റെ കൂടെ ചേർത്ത് പറയും. അപ്പോ കാളകൂടം വിഷം ഭക്ഷിക്കാൻ ഒരാളെ വന്നുള്ളൂ ഇല്ലേ. ഈ അമൃതിന് വേണ്ടി കടഞ്ഞപ്പോ വന്നതെന്താ? ഒരുപാട് നല്ല വസ്തുക്കൾ വന്നു, അതിന്റെ കൂടെ കാളകൂടവും വന്നു. അപ്പൊ നിത്യനായിരിക്കുന്ന പരബ്രഹ്മ സ്വരൂപമായിരിക്കുന്ന മഹാദേവന് മാത്രമാണ് ഈ കരുന്ന കാളകൂടം വിഷം തരൂ ഞാൻ ഭക്ഷിക്കാന്ന് പറഞ്ഞത്. എപ്പോഴാണോ മനസ്സ് ഈ മനസ്സ് തന്നെയാണ് ഈ സുഖവും ദുഃഖവും എല്ലാം ഉണ്ടാക്കുന്നത്. മനം ഹി മനുഷ്യാണം കാരണം ബന്ധമോക്ഷയോഹോ. അപ്പൊ ദേവന്മാര് ദിവ്യപ്രകാശാണ്, അത് തിളങ്ങണവരാണ് അവര്. മനുഷ്യരോ വിവേകവും ജ്ഞാനവും കൊണ്ട് നിത്യ അനിത്യങ്ങളെ തിരിച്ചറിയണം. കാരണം ഇത് ജന്തുക്കൾക്ക് സാധ്യമല്ല. ഹയർ എവല്യൂഷൻ എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ആ എവല്യൂഷൻ എന്ന് പറയുന്നത് ശരീരത്തിലല്ല. നമ്മൾ പറയും അല്ലെ ആ ഡാർവിൻ തിയറി ഓഫ് എവല്യൂഷൻ എന്നൊക്കെ അല്ലെ. ജലത്തിൽ നിന്ന് കരയും ജലവും ഇങ്ങനെ ഓരോന്നോരോന്ന് കുരങ്ങനിൽ നിന്നും, അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഉണ്ടായിരിക്കാം, അതൊക്കെ സയൻസ് തെളിയിക്കുന്നു. നമ്മുടെ എവല്യൂഷൻ മനസ്സിന്റെയാ. ആ മനസ്സ് കാണാത്ത ഒരു പ്രഹേളികയാണ്, അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടും താനും. അപ്പൊ ഇതിനെ നമ്മൾ ഓരോ തലത്തിൽ നിന്നും നമ്മൾ ഉയർത്തണമെങ്കിൽ എന്താ? അറിവ് കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അറിവും ജ്ഞാനവും ഇത് ഈ കൂടിയേ തീരൂ. സർവം ഖലുവിദം ബ്രഹ്മ, എല്ലാം ബ്രഹ്മമാണ് അല്ലെ. ജലാൻ എന്ന് പറഞ്ഞാൽ എന്താ? ജലാൻ ഭാഗവതം പറയുന്നതാണ്. ജ എന്ന് പറഞ്ഞാൽ ജന്മം, ക്രിയേഷൻ. ലകാരം എന്ന് പറഞ്ഞാൽ ക്വിറ്റ് അല്ലെങ്കിൽ ലയം. അപ്പം ഗോയിങ് ബാക്ക്, അതാണ് ജലാൻ. അപ്പം സർവം ഖലു എന്ന് പറഞ്ഞാൽ എന്താ? ഉറപ്പായിട്ടും ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാണ്. ബ്രഹ്മത്തിന്റെ വസ്തുക്കളാണ് ഈ കാണുന്നത്. ആ ചേതനങ്ങളും അചേതനങ്ങളും നമ്മളും എല്ലാം തന്നെ. എല്ലാ കർമ്മങ്ങളും നടക്കുന്നത് ബ്രഹ്മത്തിലാണ്. ഏകമേവം അദ്വിതീയം, ഇത് ഒന്നേ ഉള്ളൂ. അദ്വിതീയമായിട്ട് അത് നമുക്ക് രണ്ടായിട്ട് തോന്നുന്നതാണ്. നോൺ ഡ്യൂവൽ അല്ലെ. ഇത് പൂർണ്ണമാണ്. അതുകൊണ്ട് എല്ലാ പ്രാർത്ഥനകളുടെ അവസാനം നമ്മൾ എന്ത് പറയണം?
പൂർണ്ണമത, അവിടെ പൂർണ്ണാണ്, പൂർണ്ണമിതം, ഇവിടെയും പൂർണ്ണാണെന്ന് അല്ലെ. പൂർണ്ണാത് പൂർണ്ണമുദച്യതേ, പൂർണ്ണത്തിൽ നിന്ന് നമ്മളെ പോലെയുള്ള പൂർണ്ണങ്ങളെ എടുത്താലും അവിടെ പൂർണ്ണമായിട്ട് തന്നെ ഇരിക്കും, അവിടെ ഒരു കുറവും സംഭവിക്കില്ല. അതാണ് അതിന്റെ ഒരു സവിശേഷത. അപ്പൊ ആ മനോ ഇതി ബ്രഹ്മേതി, ചിലപ്പോ മനസ്സ് പോലും ബ്രഹ്മത്തിന്റെ ഭാഗമാണെന്ന് പറയാറുണ്ട്. കാരണം ഇത് നമ്മുടെ ഒരു ചോദ്യത്തിനും കൂടെ ഉത്തരം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത് എന്താണ്, ഈ ജ്ഞാനം. കാരണം ഇത് നമുക്ക് തരുന്ന ആശയം നമ്മുടെ ഒരു ആനന്ദത്തിന്റെ കാരണമാണ്. അപ്പൊ ഈ ബ്രഹ്മാനുഭവം എന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആനന്ദം തരുന്നത് അല്ലെ. പക്ഷെ ഇതേ ആനന്ദം ഒരു വസ്തു എന്നില് ദേഷ്യവും ദുഃഖവും ഉണ്ടാക്കണോ എന്തുകൊണ്ടെന്ന് നമ്മൾ ചോദിക്കും. ആനന്ദം തരുന്ന വസ്തു നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നെങ്കിൽ നമുക്ക് എന്തിനാ ഈ കോപം വരുന്നത് അല്ലെ. അത് ആനന്ദം തന്നാ പോരെ. നമുക്ക് സുഖവും ഉണ്ടാക്കണു ദുഃഖവും ഉണ്ടാക്കണു, അതെങ്ങനെയാ അത് വരുന്നതെന്നൊരു ചോദ്യം വരാം, സാധാരണ വ്യക്തികൾക്ക് വരാറുണ്ട്. ഒരേ ആളിന് തന്നെ ആ വലിയ അനുഭവങ്ങള് വ്യത്യാസമാകുന്നതിന് കാരണം നമ്മള് ദേഷ്യം എന്ന വികാരത്തെ മനസ്സുമായിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം ദേഷ്യം എന്ന് വരുന്ന വികാരം നമ്മൾ ആരുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്, നമ്മള് മനസ്സ് ഇന്ന മനസ്സുള്ള ആള്, അയാൾക്ക് ദേഷ്യം വന്നു അല്ല, നമ്മൾ അതിനകത്തിരിക്കുന്ന ആ ഒരു പരമ ചൈതന്യത്തെ, ആ വിളക്കിനെ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ മനസ്സുമാണ് കോപം, അതായത് നമ്മൾ മനസ്സാണ് ശരീരം, നമ്മൾ ശരീര മനോ ഇന്ദ്രിയാദികളില് ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം നമ്മൾ ആ വ്യക്തിയായിട്ട് കാണുന്നു. ഇപ്പൊ ആ ആൾക്ക് കോപം വന്നു എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ അവർക്ക് കോപം വന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ശരിക്കും വി ഇക്വേറ്റ് പീപ്പിൾ വിത്ത് ദെയർ മൈൻഡ് ആൻഡ് ബോഡീസ്. അതിനപ്പുറം പോകാൻ ഒരു സാധാരണ വ്യക്തിക്ക് സാധ്യമല്ല. അപ്പൊ നമ്മളോട് ദേഷ്യപ്പെടുന്ന ഒരാളിന്റെ അകത്ത് ചിന്താമണി ഗൃഹത്തിലിരിക്കുന്ന അമ്മയെ കണ്ടാൽ നമ്മൾ കോപിക്കും അവരുടെ അടുത്ത്? വേറൊരു ഉപാസകയാണ്, നമുക്ക് അവരുടെ മുമ്പിൽ നോക്കുമ്പോൾ നമ്മൾ തൊഴുമ്പോൾ നമ്മുടെ രണ്ട് കൈകൾ ഇടതും വലതും കൂപ്പി നമസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞ് നോക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന അതേ ദേവിയാണ് ഇരിക്കണമെങ്കിൽ അവരോട് നമുക്ക് ദേഷ്യപ്പെടാൻ പറ്റില്ല. അപ്പൊ ആ കോൺഷ്യസ്നെസ് ആണ്, ചൈതന്യമാണ് എന്ന് കണ്ടാല് നമുക്ക് ആരോടും പിന്നെ ദേഷ്യം വരില്ല. അവരുടെ കാമക്രോധങ്ങളല്ലാതെ അവരുടേതായിട്ട് ഇരുന്നോട്ടെ, നമ്മള് ഈ വരുന്ന ക്രോധത്തെ ശരീരവും മനസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അവരങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു എന്ന് പറയുന്നത്. ഇത് സട്ടിലാണ്, ഇത് നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. ശരീരങ്ങളെ എല്ലാം പ്രകാശിപ്പിക്കുന്നത് എന്താ? മനസ്സ്. കാരണം ഈ അറിഞ്ഞോ അറിയാതെ എല്ലാ വികാരങ്ങള് എല്ലാം മനസ്സിന്റെയാണ്, അല്ലാതെ ഇത് മനസ്സിനെയും പ്രകാശിപ്പിക്കുന്ന ഒരു വസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. കാരണം എന്താ പറയാ, ഈ വരുന്ന ദുഃഖങ്ങളും സുഖങ്ങളും ദേഷ്യങ്ങളും എല്ലാം എന്താ? ആഗമോ പായിനോ അനിത്യാഹ, അനിത്യങ്ങളാണ്. കാരണം ഈ ആരാണോ അതിന്റെ ഉള്ളിൽ മാറാതെ ഇരിക്കുന്നത് ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന സുഖദുഃഖങ്ങളൊക്കെ വന്നു പോകുന്നത്. ഒരു സ്ക്രീനില് എന്താ പറയാ ചില ദൃശ്യങ്ങൾ പോലെ, ആകാശത്തിലെ മേഘങ്ങളെ പോലെ വന്നു പോകുന്നതാണ്. ഇതൊന്നും സത്യമല്ല. എല്ലാവരുടെയും മൈൻഡ് ആൻഡ് ബോഡി ഇന്റലക്ട് BMI, ഇതിന് പുറകിലത്തെ ആ പ്രകാശം അല്ലെ, അവയർനെസ്, അതിനെ ആർക്കും കാണാൻ സാധ്യമല്ല. അപ്പൊ വിദ്യ ദദാതി വിനയം എന്ന് പറയും. ഈ വിദ്യ, ഇതാണ് ശ്രീവിദ്യ. എല്ലാത്തിന്റെയും പുറകിലിരിക്കുന്ന ആ മഹാശക്തി, ഇതിനെ മഹാവിദ്യ എന്ന് പറയണു അല്ലെ. ആ എന്താ പറയാ പുറകിലിരിക്കുന്ന ശക്തി എന്റെ ജഗദംബികയാണ്, എന്റെ അമ്മയാണ് അല്ലെ, ജഗദീശ്വരിയാണ്. അതുകൊണ്ട് നമുക്ക് വിനയം വന്നു. നമ്മൾ പിന്നെ ആരോടും അഹങ്കാരത്തിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. വിദ്യ മാത്രമാണ് വിനയത്തിന് കാരണം വരുന്നത്. ചേതകേതുവിന് ഉദ്ദാലകൻ പറയുന്നു, അല്ലയോ മകനെ, ആ അച്ഛനായിരിക്കുന്ന മഹർഷി പറയാണ്, കാരണം കുടം ഉണ്ടാക്കിയത് മണ്ണുകൊണ്ടാണ്, ഇതേ മണ്ണുകൊണ്ടാണ് പല വസ്തുക്കൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഉണ്ടാക്കിയ വസ്തുക്കളില് ഒന്നും ശാശ്വതമല്ല അല്ലെ. മണ്ണില്ലെങ്കിൽ കുടമില്ല, മണ്ണുള്ളത് കൊണ്ട്. പക്ഷെ നമ്മൾ മണ്ണിനെ കാണുന്നില്ല, നമ്മൾ എന്താ അതിന്റെ രൂപം കാണുന്നു. ഇത് കുടമായിട്ടിരിക്കണോ, പാനയായിട്ടിരിക്കണോ അല്ലെ, ഇത് കൂജയായിട്ടിരിക്കണോ, പല പല വ്യത്യസ്തപ്പെട്ട, അത് മാത്രമേ നമ്മൾ കാണുള്ളൂ. പക്ഷെ ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയത്, എന്തുകൊണ്ടുണ്ടാക്കി എന്ന് നോക്കുമ്പോ മണ്ണാണ്. അപ്പൊ അവിടെ നാമരൂപങ്ങള് അസ്തമിച്ചു പോയി, ആ കുടം മാറി, എന്തായി അവിടെ? മണ്ണ് മാത്രമാണ് സത്യം. മൃതേവ സത്യം. ഇതൊക്കെ വേദത്തിലെ വലിയ വലിയ എന്താ പറയാ ഉപമകളാണ്. അപ്പൊ കുടം എന്നത് ഒരു നാമരൂപമാണ്, എപ്പോഴും ഉള്ളത് മണ്ണ് മാത്രമാണ്. അതുപോലെ സ്വർണമില്ലെങ്കിൽ ആഭരണമില്ല, കടലില്ലെങ്കിൽ ജലവുമില്ല. അപ്പൊ ഈ ബ്രഹ്മം അല്ലെങ്കിൽ ഈ കാണുന്ന മനുഷ്യർക്ക് എന്താ പറയാ, മനുഷ്യരുടെ ആ നാമരൂപങ്ങൾ മാത്രമാണെന്ന്. ബ്രഹ്മമില്ലെങ്കിൽ ഈ കാണുന്ന നാമരൂപങ്ങൾ മനുഷ്യരുൾപ്പെടെ ഒന്നും ഇവിടെ ഇല്ല. അപ്പോ നാമരൂപങ്ങൾ അനിത്യം, ബ്രഹ്മം എന്നത് നിത്യം. ഇതാണ് നിത്യ വിവേകം. ഇതിനാണ് നമ്മൾ നിത്യാനിത്യ, ഇതാണ് വേദങ്ങൾ പറയുന്ന ആദ്യത്തെ സ്റ്റെപ്പ്. നിങ്ങൾ നിത്യാനിത്യ വിവേകം ഉണ്ടാക്കൂ. നീ ബ്രഹ്മം തന്നെയാണ്, പക്ഷെ ആ ഒരു രൂപം വന്നതുകൊണ്ടോ ഒരു പേരുള്ളത് കൊണ്ടോ അനിത്യവസ്തുവിന്റെ സാന്നിധ്യമില്ല, ആ നിത്യവസ്തുവിന്റെ സാന്നിധ്യമില്ലാതെ ഇവിടെ വരാൻ സാധ്യമല്ല. നീ അത് തന്നെയാണ് അല്ലേ.
We are born with a name and attain a form that is called a personality. നീ പേഴ്സൺ എന്ന് പറയാൻ കാരണം എന്താ? നിന്റെ പെർസോണ. നിനക്ക് എന്താ ഈ ശരീരം കിട്ടാൻ കാരണം? ഈ പഞ്ചഭൂതങ്ങള് വന്ന് ഈ ശരീരത്തെ ഉണ്ടാക്കിയോണ്ട് നിനക്കൊരു പേഴ്സണാലിറ്റി കിട്ടി. നല്ല പേഴ്സണാലിറ്റി നമ്മൾ പറയും അല്ലെ? അപ്പൊ നമുക്ക് പേരും ഈ പറയുന്ന ഫോമും നാമരൂപങ്ങൾ കിട്ടാൻ കാരണം എന്താ? ഇതെല്ലാം ഉപാധികൾ മാത്രമാണ്. എസെൻഷ്യൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിലിരിക്കുന്ന കോൺഷ്യസ്നെസ് ആണ്. ആ കൊച്ചു ഭ്രൂണമായിരുന്നപ്പോ ശിരസിലൂടെ കയറി തന്റെ ആ ശരീരത്തെ നിർമ്മിച്ച ആ മഹാശക്തി, കണ്ണിന് കാണാൻ പറ്റാത്ത നാമരൂപങ്ങളില്ലാത്ത അല്ലെ, നിർഗുണ നിരതിശയമായിരിക്കുന്ന പരബ്രഹ്മ തത്വം അല്ലെ. എന്താണ് വിഷ്ണു ഭുജംഗത്തിൽ പറയുന്നത്? യസ്യാന്തം നാദിമധ്യം നഹി കരചരണം നാമഗോത്രം ന സൂത്രം നോ ജാതിം നൈവ വർണ്ണ ന ഭവതി പുരുഷോ നപുംസം നജസ്ത്രീ നാകാരം നൈവകാരം നഹി ജനി മരണം നാസ്തി പുണ്യം ന മാപം തത്വം നോ തത്വം ഏകം സഹജ സമരസം സദ്ഗുരും. ഇതാണ് നമ്മുടെ ഗുരു. നമ്മുടെ ഗുരു തത്വം ജനന മരണങ്ങളില്ലാത്ത പരമമായിരിക്കുന്ന ശിവതത്വം. ഇത് തന്നെയാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. നെയിം ആൻഡ് ഫോം ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് കാലത്തിൽ ഇല്ലാതായി തീരും. തീര എന്നത് സമുദ്രത്തിന്റെ ഒരു താൽക്കാലിക പ്രകടനം മാത്രമാണ്, ഒരു അപ്പിയറൻസ് മാത്രമാണ്. അതുപോലെ നമ്മൾ എല്ലാവരും ആ സുപ്രീം റിയാലിറ്റി നമ്മുടെ നെയിം ആൻഡ് ഫോം മാത്രമാണ്. ആ റിയൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒന്നുമല്ല, അൺചേഞ്ചിങ് ഐഡന്റിറ്റിയാണ് നമുക്കുള്ളത്. നമ്മൾ അതിന്റെ ഭാഗമാണ്. ഇതിനെ ആർക്കും മാറ്റാൻ പറ്റില്ല. നീ ഈശ്വരൻ അല്ല എന്ന് പറഞ്ഞാൽ നീ ആകാതിരിക്കൂല. നിന്റെ ഉള്ളിൽ ഉണ്ട്, നിന്റെ മാറ്റാൻ പറ്റാത്ത, നമ്മൾ അതിൽ ഉറയ്ക്കാത്തത് കൊണ്ടാണ് നമുക്ക് അറിയാത്തത് അല്ലേ. അപ്പൊ ഈ ചേഞ്ചിങ് ഐഡന്റിറ്റി കുടത്തിനാണ്. അപ്പൊ ശരീരത്തിന് അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ട് മണ്ണെന്നുള്ള വസ്തുവിനെ നമ്മൾ മറന്നുപോയി അല്ലെ. അതിന്റെ ഭംഗി കണ്ട് ആ കുടം നല്ല ഭംഗി, അതിൽ കുറെ എന്താ പറയാ ആർക്കിടെക്ചർ വർക്ക് ഒക്കെ ചെയ്തിട്ടല്ലേ അത് നല്ല ഭംഗിയായിട്ട് പെയിന്റ് ഒക്കെ അടിച്ചു നമ്മൾ അതിൽ മയങ്ങി ഇങ്ങനെ നിൽക്കുക. ആ കുടം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് നമ്മൾ മറന്നുപോയി. അതുപോലെ നമ്മൾ ശരീരത്തിന്റെ അതിന്റെ സൗന്ദര്യവും ബാഹ്യ വസ്തുക്കളെയും കണ്ട് മയങ്ങി ഇത് ഉണ്ടാക്കിയ ആള് നമ്മുടെ ഉള്ളിൽ ശില്പത്തിനകത്തിരിപ്പുണ്ടല്ലേ. ആ ശില്പി അല്ലെങ്കിൽ ഉണ്ടാക്കിയ ആളിനെ നമ്മൾ മറന്നത് കൊണ്ടാണ് നമുക്ക് ഈ തത്വം മനസ്സിലാവാതെ പോയത്. അപ്പൊ ഈ പ്രപഞ്ച നാടകം നടക്കുന്നത് അതുകൊണ്ടാണ് മായ മറയ്ക്കുക എന്ന് പറയുന്നത്. അപ്പൊ ആ ജഗദംബിയെ നടത്തുന്ന ആരാ? ഈ ജഗദംബികയാണ്. സോ ഹൂ ആം ഐ എന്ന് ചോദിച്ചാൽ എന്താ? അപ്പൊ തത്വമസി ശ്വേതകേതു. അച്ഛൻ മകനോട് പറയാണ്, അതുകൊണ്ട് ശ്വേതകേതു നീ ത്വം അസിയാണ്. അപ്പൊ ശ്വേതകേതു പറയുന്നു അഹം ബ്രഹ്മാസ്മി. എനിക്ക് മനസ്സിലായി അച്ഛ, ഞാൻ ബ്രഹ്മമാണ്, ഞാൻ അതിന്റെ ഭാഗമാണ് അല്ലെ. ഒരു ചോദ്യങ്ങൾ ചോദിച്ച് ആ നിത്യ അനിത്യ വിവേകത്തിലൂടെ കാര്യകാരണങ്ങൾ പറഞ്ഞു കൊടുത്ത് മകനെ ആ തത്വമസി മഹാവാക്യത്തെ യോജിപ്പിക്കുകയാണ് സ്വന്തം ആ ഒരു തത്വമസി മനസ്സിലാക്കിയ സ്വന്തം അച്ഛൻ. അപ്പൊ ആ ശ്വേതകേതു പറയണു ആ അനിത്യ വസ്തുവിനെ കുറിച്ച് എനിക്കിനി അറിയണ്ടാച്ച, എനിക്ക് നിത്യവസ്തുവിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരൂ. ഉദ്ദാലകൻ തന്റെ പുത്രനോട് പറയാണ്, ഒരു ആലിന്റെ പഴം കൊണ്ടുവരാൻ പറയാണ്. ആലിന്റെ പഴം കൊണ്ടുവന്ന് മുറിക്കാൻ പറഞ്ഞു. അതിനകത്ത് മുറിച്ചു അനേകം ചെറിയ 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 ആൽവിത്തുകള്. ഒരു വിത്തിനെ എടുത്ത് മുറിക്കാൻ പറഞ്ഞു. വീണ്ടും മുറിച്ചു, ഓരോന്ന് മുറിച്ചു. അങ്ങനെ മുറിച്ച് ചെറുതാക്കി. അപ്പൊ ചോദിച്ചു, ഇതിനകത്ത് എന്താ ഉള്ളത്? ഇതിനകത്ത് ഒന്നും ഇല്ലല്ലോ അച്ഛ, എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇതിനകത്ത് എന്താ ഉള്ളത്? ആ സ്ഥൂല ദൃഷ്ടിക്ക് ഗോചരമല്ല മകനെ. ഇതിനകത്ത് ഒരു വലിയ ആൽവൃക്ഷം, അതായത് നമ്മൾ ആകാശത്തിൽ എന്താണോ കാണാൻ പറ്റാത്തത്, അതുപോലെ ആ ഒരു എസൻസ്, അതിന്റെ എല്ലാം എസൻസ് ഇതിനകത്ത് ഉണ്ടാണ്. ഈ വലിയ ആൽവൃക്ഷം, അതിന് എത്ര ഇലകളുണ്ട്, അതിന്റെ ഷേപ്പ് എങ്ങനെ വരണം, ഓരോ ഇലയും മറ്റൊരു ഇലയിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാണ്, അതിന്റെ നിറം, അത് എത്ര കാലം ഇവിടെ നിൽക്കണം, അതിന്റെ പഴങ്ങൾക്ക് എന്താണ് അതിന്റെ രുചി, എല്ലാം തന്നെ നിർണയിച്ചു വച്ചിരിക്കുന്നത് ആ ഒരു കുഞ്ഞു വിത്തിലാണ്. വലിയ പഴം പൊട്ടിച്ചപ്പോ അതിനകത്ത് അനേകായിരം, നമ്മളെ മാതളപ്പഴം പൊളിക്കുമ്പോൾ അതിനകത്ത് അനേകായിരം കുഞ്ഞു കുഞ്ഞു അല്ലികൾ പോലെ, ഈ അല്ലികളില് ഈ ഒരു ചെറിയ വിത്തില് ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ആത്മാവ് എത്രത്തോളം സട്ടിലാണെന്ന് നമുക്ക് ചിന്തിക്കാം അല്ലെ. അത്രയും ഒരു തലമുടിയെ 1,00,000 തവണ മുറിച്ചാൽ, ഒരു തലമുടി തന്നെ നമുക്ക് ഒരു പ്രാവശ്യം മുറിച്ചാൽ തന്നെ കാണാൻ പറ്റില്ല നമ്മുടെ സ്ഥൂല നേത്രങ്ങൾക്ക്. അപ്പോ ഇതിന് 1000 മുറിച്ചാൽ എത്രയായിരിക്കും? അത്രയും സട്ടിലസ്റ്റ് ഫോമിലാണ് ആത്മാവിരിക്കുന്നത്. അപ്പൊ ഈ ആൽവ്യത്തിനകത്താണ് ഈ വലിയ വൃക്ഷം ഇരിക്കുന്നതെന്ന് കണ്ടാൽ ആർക്കും അത്ഭുതം തോന്നും അല്ലെ. എത്ര വലുതാണ് ആൽവൃക്ഷം. പീപ്പൽ ട്രീ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ മരമാണ് അല്ലെ. ഈ കുഞ്ഞു ആൽവ്യത്തിനകത്ത് ഇതുപോലെ നമ്മുടെ ഇതിനകത്തിരിക്കുന്ന ആത്മാവെന്ന് പറഞ്ഞത് അത്രയും കാണാൻ പറ്റാത്ത സട്ടിലർ ഫോമിലാണ് ഇരിക്കുന്നത്. അത് പോയിട്ട് അവ്യക്തത്തിൽ ലയിക്കുകയാണ്. അവിടെ തന്നെ ഇതേ രീതിയിൽ തന്നെ അവിടെ ഉണ്ടാവും. അത് തന്നെയാണ് വീണ്ടും ഈ പറഞ്ഞ പ്രോസസ്സിലൂടെ, സൂര്യനിലൂടെ, മഴയിലൂടെ, അവരുടെ ത്യാഗങ്ങൾ കൊണ്ട് മാത്രം
നമ്മൾ സൂര്യനെ ശപിക്കരുത്. ചൂട് വരുമ്പോ സൂര്യനോ എന്തൊരു ചൂടാണ്, ശപിക്കാൻ പാടില്ല. മഴയെ ശപിക്കാൻ പാടില്ല. കാരണം മഴ നമുക്കില്ലെങ്കിൽ നമുക്ക് ഭൂമിയിൽ വരാൻ പറ്റില്ല. ഭൂമിയെ ശപിക്കരുത്, ഭൂമിയെ വൃത്തികേടാക്കരുത്, ഭൂമിയെ വന്ദിക്കണം. രാവിലെ എണീക്കുമ്പോ എന്താ, സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലെ വിഷ്ണു ഭക്തി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. തൊട്ട് വന്ദിക്കണം, അമ്മയാണ് അല്ലെ. നമ്മൾ വന്ന ഓരോ ആത്മാവും പതിക്കുന്ന ഇവിടെയാ. ഇവിടെ നിന്നാണ് ഓരോന്നായിട്ട് മാറുന്നത്. അപ്പൊ പ്രപഞ്ചത്തിൽ നമുക്ക് വന്ദിക്കാനായിട്ട് മാത്രമേ ഉള്ളൂ, നിന്ദിക്കാനായിട്ട് യാതൊന്നും ഇല്ല അല്ലെ. അപ്പൊ ഈ കാണാൻ കഴിയാത്തതെന്നല്ല, കാരണം നമുക്ക് ഒരിക്കലും അതിനെ മനസ്സിലാക്കാനും പറ്റാത്ത, കാരണം ആ വസ്തു ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ നിൽക്കുന്നത്. ഈ എവല്യൂഷൻ ആണ്, ആ ഒരു ചെറിയ വ്യക്തിന്റെ എവല്യൂഷൻ ആണ് വൃക്ഷമായിട്ട് മാറുന്നത്. വിവേകാനന്ദ സ്വാമികൾ പറയും അല്ലെ, എന്താണ് എവല്യൂഷൻ എന്ന് ചോദിച്ചാൽ വിത്തിൽ നിന്ന് വൃക്ഷം വരിക. അപ്പൊ അതിനകത്താണ് അതിന്റെ മുഴുവൻ എവല്യൂഷൻ. അത് വളർന്ന് പന്തലിച്ച് ഇത്രയും ആകുന്നത്. ഈ ബ്രഹ്മം, ഈ ബൃഹത്തായിരിക്കുന്ന ഈ ബ്രഹ്മം എന്ന് പറയുന്ന ബൃഹത്താണ് അല്ലെ, ഒരു ചെറിയ ബിന്ദുവില് ഒതുങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ജനറ്റിക് കോഡിങ് അല്ലെങ്കിൽ ജനറ്റിക്കൽ കോഡ് എന്നൊക്കെ പറയില്ലേ, ജന്മത്തിന് കാരണം എല്ലാം അതിൽ ലിഖിതമാണ്. ഈ ജനറ്റിക്കൽ കോഡ്, അതായത് ക്രോമസോംസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ പറയില്ലേ ക്രോമസോമിന്റെ വ്യതിയാനങ്ങള്, നമുക്ക് പല പല അസുഖങ്ങൾ വരാറുണ്ട്. അപ്പൊ നമ്മൾ പറയും അത് ഇതാണ്. ഈ ക്രോമസോമിനെ കാണാൻ പറ്റുമോ നമുക്ക്? ഇല്ല. നമ്മുടെ ജനറ്റിക് കോഡിങ് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ മൃഗങ്ങൾക്ക് പോലും നമ്മൾ പറയാറുണ്ട് പെഡിഗ്രി എന്നൊക്കെ അല്ലെ, പട്ടിയുടെ വംശം അല്ലെ, അതിനെ പെഡിഗ്രി എന്നാ പറയുന്നത്. ഇന്ന വംശത്തിൽപ്പെട്ട പട്ടികളെ കൂടുതൽ വില, അപ്പൊ അതിനെ എന്താ പറയാ, അതിന് കൂടുതൽ പൈസ ലക്ഷങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് ഇന്ന പെഡിഗ്രിയിൽ ജനിച്ചതാണെന്ന് പറയാറുണ്ട്. പട്ടിക്ക് പോലും പെഡിഗ്രി ഉള്ളപ്പോ മനുഷ്യന്റെ പെഡിഗ്രി പോലും പറയാൻ പറ്റുന്നില്ല. ജനറ്റിക്കൽ കോഡിങ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കൽ അൺസീൻ ആണ്, കാണാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. അതെല്ലാം പക്ഷെ അവിടെ കോഡഡ് ആണ്. ഇതാരാ കോഡ് ചെയ്ത് വെച്ചേക്കുന്നത്? ഈ പറയുന്ന പ്രപഞ്ച ശക്തികൾ തന്നെയാണ്. ഇന്ദ്രിയങ്ങള്, മനസ്സ് തുടങ്ങിയ ഉപാധികളിലൂടെ അറിയാനോ മനസ്സിലാക്കാനോ സാധ്യമല്ല. ചിന്തിച്ച് ധ്യാനിച്ച് അതായിട്ട് തീരാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് തത്വമസി, യു ആർ ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ഈ എന്താ പറയാ, മരങ്ങള്, വൃക്ഷങ്ങള്, അനിമൽസ്, ഹ്യൂമൻ ബീയിങ് എല്ലാം, എവ്രിതിങ് വി സീ അറൗണ്ട് അസ് അല്ലെ. അപ്പോ ഇതെല്ലാം തത്വമസി മഹാവാക്യത്തിൽ ഉൾപ്പെടുന്നതാണ്. എല്ലാം അതാണ്. അപ്പോ നമ്മളെല്ലാം ഒബ്ജക്റ്റീവ് റിയാലിറ്റി ആണ്. അതായത് നമ്മൾ കാണുന്നതും അറിയുന്നതിനാണ് ഒബ്ജക്റ്റീവ്. നമ്മളെ ശരിക്കും എന്താ, നമ്മുടെ സബ്ജക്റ്റീവ് റിയാലിറ്റി നമ്മുടെ ഉള്ളിലാണ്. ഉദ്ദാലക മഹർഷി പറയണു, ഒരു പാത്രത്തിൽ ജലം കൊണ്ടുവരാൻ പറഞ്ഞ മകനോട് പറയണ ശുദ്ധജലമാണ്, അതിൽ കുറച്ച് ഉപ്പിടാൻ പറഞ്ഞു. ആ ഉപ്പിട്ട് കലക്കി. അപ്പൊ ആ ഉപ്പ്, ആ ജലം എന്തായിട്ട് തീർന്നു? ഉപ്പുള്ള വെള്ളമായിട്ട് തീർന്നു അല്ലെ. ഉപ്പ് അപ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ആ ജലം എവിടെ നോക്കിയാലും, മുകളിൽ തൊട്ടു താഴെ തൊട്ടു നടുക്ക് തൊട്ടു എല്ലായിടത്തും ഉപ്പ് മാത്രമേ ഉള്ളൂ. അതുപോലെ എന്താ പറയാ, ഈ ബ്രഹ്മം, ഈ ബ്രഹ്മൻ എന്ന് പറയുന്ന ശരീരത്തില് ഉടനീളം വ്യാപിച്ചിരിക്കുന്നു. കാരണം എന്ത്, ഒരു സൂര്യന്റെ രശ്മി പോലെ നമ്മുടെ ഹൃദയാകാശത്തിൽ ആ ജീവൻ ഇരിക്കുന്നതുകൊണ്ട് അതിന്റെ ശക്തി നമ്മുടെ ഉള്ളം കാല് മുതൽ ഉച്ചി വരെ വ്യാപിച്ചിരിക്കുക. അതുകൊണ്ടാണ് നമുക്ക് പെയിൻ ആൻഡ് പ്ലഷർ അനുഭവപ്പെടുന്നത് അല്ലെ. നമ്മൾ ഡയബറ്റിക് ആകുമ്പോൾ ചിലപ്പോൾ പറയും കാലിനൊരു എന്താ സ്പർശന ശക്തി ഇല്ലാന്ന്. അവിടെ സെൽസ് ഡെഡ് ആവും. ഓരോ സെല്ലുകളും പരസ്പരം ഒരു വല പോലെ ചേർന്ന് 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 ആ ഹൃദയത്തിലിരിക്കുന്ന ശക്തി വ്യാപിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ശരീരം മുഴുവനും. അപ്പൊ ഇപ്പൊ ഉപ്പുപാവ ഈ ജലത്തിൽ ഇല്ലാതെ ആയതുപോലെ നമ്മുടെ ഈ ബ്രഹ്മൻ എന്ന് പറയുന്ന നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന കുഞ്ഞു ശക്തി നമ്മുടെ ശരീരം മുഴുവനും വ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ മനസ്സ്, ബുദ്ധി, മറ്റുള്ള ഓർഗൻസ് എല്ലാം, ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ആ ശക്തിയുടെ സാന്നിധ്യത്തിലാണ്. ആ ശക്തിയാണ് പ്രകാശമായിട്ട് നമ്മുടെ ബോധത്തെയും ശരീരത്തിലും വ്യാപിച്ചു നിന്ന് എല്ലാ കർമ്മങ്ങൾക്കും നമുക്ക് സാക്ഷിയായിട്ട് ചെയ്യിപ്പിക്കുന്ന ശക്തി അതാണ്. അപ്പൊ അതിന്റെ അസാന്നിധ്യത്തെയാണ് നമ്മൾ മരണം. എപ്പോ ഈ ശക്തി വിട്ടുപോകുന്നു, ഈ ശരീരത്തിൽ വ്യാപിച്ചിരുന്ന ശക്തി, സൂര്യൻ ഇല്ലാതാവുമ്പോ പകല് സൂര്യനുണ്ട്, രാത്രി സൂര്യനില്ല അല്ലെ. അതുപോലെ ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഇറങ്ങി പോയി കഴിയുമ്പോൾ വ്യാപിച്ചു നിന്ന ശക്തി പോയി എല്ലാം ജഡമായിട്ട് തീരുന്നു. അപ്പോ ചിന്താമണി ഗൃഹത്തില് സ്വന്തം അമ്മയായിരിക്കുന്ന പരാശക്തിയാണ് നമ്മൾ ജീവൻ അല്ലെ. ജീവശക്തിയായിരിക്കുന്ന നമ്മുടെ ആത്മാവായിട്ടിരിക്കുന്ന ദേവി, ആ ജഗദംബിക, ആ ജഗദംബികയെ തന്നെ നമ്മൾ ഈ കാണപ്പെടുന്ന ആ അമ്മയുടെ പല രൂപങ്ങളാണ് ഈ കാണപ്പെടുന്നതെല്ലാം. കാറ്റായിട്ടും മഴയായിട്ടും നമ്മുടെ ചുറ്റും സൂര്യനായിട്ടും എല്ലാമായിട്ട് ആ അമ്മയാണ് ഇരിക്കുന്നത്. അത് അറിഞ്ഞാൽ പിന്നെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു അല്ലെ. അമ്മയെ അറിഞ്ഞു എന്നർത്ഥം. അമ്മയുടെ ആ പ്രഭാവം, അമ്മയുടെ വിഭൂതികൾ അറിഞ്ഞു, അമ്മയെ അറിഞ്ഞു. വിവേകാനന്ദ സ്വാമി പറയും, എന്തിനാണ് ഈ ജഗത്ത് അല്ലെ, ഇവിടെ വന്ന് ഈ ശരീരം മനസ്സുകൊണ്ട് എന്തിനാണെന്ന് ചോദിച്ചതിന് ഉത്തരമായിട്ട് പറയണം, ഈ ശരീരം കൊണ്ടുവന്ന്
മനസ്സുകൊണ്ട് എക്സസൈസ് ചെയ്ത് സത്യത്തെ അറിഞ്ഞ് തിരിച്ചു വന്നിടത്തേക്ക് പോകണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഇവിടേക്ക് അയച്ചിരിക്കുന്നത്. ശരീരം എന്തിനാ? ഒരു ഉപാധിയാണ്. അതിൽ മനസ്സ് തന്ന് മനസ്സുകൊണ്ട് എക്സസൈസ് ചെയ്യുക. എന്താ എക്സസൈസ്? ചിന്തിച്ച് 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 മനസ്സിലാക്കി അതിലേക്ക് ചേരുക. അല്ലേ? ദ ലൈറ്റ് ഓഫ് അവയർനെസ് എല്ലാവരിലും ഇന്ദ്രിയങ്ങളിലൂടെ പ്രകാശിക്കണം. അപ്പൊ തിരുവണ്ണാമലയിൽ ഒരിക്കല് രമണ ഭഗവാനോട് ചോദിച്ചു, എന്തിനാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ കാണപ്പെടുന്നത് ഭഗവാനെ? ഈ വസ്തുവിനെ ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാണ്? മതിയായി. കാരണം ഈ വസ്തുക്കളൊക്കെ വന്നു പോകുന്നില്ല. അപ്പൊ രമണ മഹർഷി അദ്ദേഹത്തോട് ചോദിച്ചു, തനിക്ക് തന്റെ കണ്ണിനെ കാണാൻ പറ്റുമോ? തന്റെ കണ്ണിനെ സ്വയം നമ്മുടെ കണ്ണ് എങ്ങനെ ഇരിക്കണമെന്ന് കാണാൻ പറ്റില്ല. മൂക്കിനെ കാണാൻ പറ്റുമോ? നാക്ക് കാണാൻ പറ്റുമോ? ത്വക്ക് ഇല്ല. കൈയും കാലും ഒക്കെ കാണാൻ പറ്റും. ചെവിയെ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇതിനെ കാണണമെങ്കിൽ എന്താ വേണ്ടത്? അപ്പൊ സ്വയം കാണാൻ എന്ത് വേണം? അയാൾ പറഞ്ഞു, ഒരു കണ്ണാടി കൊണ്ടുവയ്ക്കണം. അപ്പൊ പ്രതിബിംബം നമ്മളെ കാണണമെങ്കിൽ നമ്മൾ കണ്ണാടിയിൽ നോക്കണം, അല്ലെ? അപ്പൊ പ്രതിബിംബത്തിലൂടെ മാത്രമേ എനിക്ക് എന്നെ കാണാൻ സാധിക്കൂ. അതുപോലെ ഈശ്വരൻ ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിബിംബം, ആ ഈശ്വരൻ എന്ന് പറയുന്ന ആളിനെ കാണണമെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയ പ്രതിബിംബങ്ങളെ കാണണം. ഇതിലൂടെ മാത്രമേ നമുക്ക് ഈശ്വരനെ കാണാനും അറിയാനും പറ്റുകയുള്ളൂ. അപ്പൊ എന്താണ് ദക്ഷിണാമൂർത്തി സ്തോത്രം പറയുന്നത്? വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം. എല്ലാവരുടെ ഉള്ളിലും ഇരിക്കുന്ന ഈ ഒരു വിശ്വത്തെ കാണണം. ഈ അകത്തിരിക്കുന്ന ആളാണ് ബിംബം, വെളിയിലിരിക്കുന്നത് പ്രതിബിംബം. അല്ലെ? നമ്മുടെ ക്ഷേത്രങ്ങളിൽ കാണുന്നത് പ്രതിബിംബം, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ബിംബം. ഈ ബിംബം ഉള്ളത് കൊണ്ടാണ് ആ പ്രതിബിംബം, അതുകൊണ്ട് വിശേഷേണ തത്വം ഗ്രഹിക്കാനുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത്. അപ്പൊ അകത്തിരിക്കുന്ന ആള് അത് ഉള്ളത് കൊണ്ടാണോ പുറത്ത് വസ്തുക്കളെ കാണാൻ സാധിക്കുന്നത്? ഈ നമ്മളെല്ലാം പ്രതിബിംബങ്ങളാണ്, അല്ലെ? ഇതിന്റെ പുറകിലെ ബിംബമാര്, ഇതിന്റെ സോഴ്സ്, ഇതറിയാനാണ് ശ്രീവിദ്യ ഉപാസന. ഈ ശ്രീവിദ്യ ഉപാസനയിലൂടെ അറിയേണ്ട വസ്തുവിനെ അറിഞ്ഞ് ജന്മങ്ങളിലൂടെ ഇനിയും സഞ്ചരിക്കാതെ മുക്തി മാർഗം എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ ജീവയാത്രയിൽ കണ്ട പോലെ ആ മുക്തി നമുക്ക് കരഗതമാണ്, നമ്മുടെ കയ്യിലാണ്. അത് നേടാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ച് അതിൽ എത്തിച്ചേരട്ടെ. അതിന് നമ്മുടെ ഗുരുപരമ്പര അനുഗ്രഹിക്കട്ടെ, പരാശക്തി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ആ ഒരു പഞ്ചാഗ്നി വിദ്യ എന്ന് പറയുന്ന മധുവിദ്യ ഇവിടെ അവസാനിക്കുകയാണ്. ബൃഹദാരണ്യ ഉപനിഷത്തിലെ മധുവിദ്യ ഉണ്ട്, അത് കുറച്ച് വ്യത്യാസമുണ്ട്, ഇതേ അർത്ഥങ്ങൾ തന്നെയാണ്. എങ്കിലും നമ്മൾ പൂർണ്ണമായിട്ട് ഇതിന്റെ തത്വം മനസ്സിലാക്കി നമുക്ക് എല്ലാവർക്കും ആ തലത്തിലേക്ക് ഉയരാൻ സാധിക്കട്ടെ. അതിന് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, ജഗദംബിക അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.